Marhaban ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to Ustad YouTube channel. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ അറബിക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. അൽ വഹദത്തുൽ ഊല. വഹദത്ത് എന്നാൽ യൂണിറ്റ്, അൽ ഊല ഫസ്റ്റ്, ദ ഫസ്റ്റ് യൂണിറ്റ്, ഒന്നാമത്തെ യൂണിറ്റ്. ആ ഒന്നാം യൂണിറ്റിന്റെ പേരെന്താണ്? ലിഗദിൻ അഫ്ളൽ എന്നാണ്. ഗദുൻ എന്നാൽ എന്താ? ഗദുൻ എന്നാൽ ടുമോറോ, നാളെ. ലിഗദിൻ നാളേക്ക് വേണ്ടി, ഫോർ ടുമോറോ. അഫ്ളൽ, അഫ്ളൽ എന്നാൽ കൂടുതൽ മികച്ച, ഏറ്റവും മികച്ച. ഫോർ എ ബെറ്റർ ടുമോറോ അല്ലെങ്കിൽ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, നല്ല ഭാവിക്ക് വേണ്ടി, നല്ല ഒരു നാളേക്ക് വേണ്ടി. അവിടെ നാളെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയാണ്. നല്ല നാളേക്ക് വേണ്ടി, ഫോർ എ ബെറ്റർ ടുമോറോ. ഇതാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിൽ എത്ര ചാപ്റ്ററുകൾ ഉണ്ട് എന്ന് നോക്കാം. ഈ യൂണിറ്റിൽ 4 ചാപ്റ്ററുകളാണ് ഉള്ളത്. ഒന്ന് അഗാനി അർ-റുആത്ത്. അതെന്താണ്? മൻലൂമുൻ, അതൊരു പോയമാണ് അഥവാ ഒരു കവിതയാണത്. രണ്ടാമത്തെ എന്താണ്? ഔദത്തുൻ ഇലൽ ഹയാത്ത്, അത് ഒരു ഖിസ്സയാണ്, അഥവാ ഒരു കഥയാണ്, സ്റ്റോറിയാണ്. മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ, ഗുർഫത്തുൽ ആറാ. ഇതെന്താണ്? മുനാഖശത്തുൽ ഖനാത്ത്. മുനാഖശ എന്നാൽ എന്താണ്? ഡിസ്കഷൻ, ചർച്ച. അൽ ഖനാത്ത് ചാനൽ ചർച്ചയാണ്. നാലാമത്തെ നോക്കൂ നിങ്ങൾ, കിമാമത്ത് ഓക്സിജീൻ. ഇത് ഖിസ്വത്തുൻ, ഒരു സ്റ്റോറിയാണ്. ഖയാലിയ, അതൊരു ഭാവന കഥയാണ്. അതെന്താണ് എന്നത് ആ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ പാഠങ്ങളിലേക്ക് പ്രവേശിക്കാം. അടുത്ത പേജിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം കാണാം. അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന എന്താണ്? നുലാഹിലു വനു അബ്ബിറു. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വനു അബ്ബിറു നമുക്ക് പറയാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു, അത് നമുക്ക് ശ്രദ്ധിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരു മരം കാണുന്നില്ലേ? ഈ മരത്തിൻ്റെ ഒരു ഭാഗത്ത് ഉണങ്ങിക്കിടക്കുകയാണ്, മറുഭാഗത്തോ നന്നായിട്ട് ഇലകൾ ഉണ്ട് താനും, അല്ലേ? മീന സ്വഹറാഇ ഇലൽ ഖളറാഇ. മീന സ്വഹറാഇ. സ്വഹറാഇ എന്നാൽ എന്താണ്? ഡെസേർട്ട്, മരുഭൂമി. മീന സ്വഹറാഇ, ഫ്രം ദി ഡെസേർട്ട്, മരുഭൂമിയിൽ നിന്ന്. ഇലൽ ഖളറാ. ഖളറാ എന്നാൽ പച്ചപ്പ്, ഗ്രീനറി. ഇലൽ ഖളറാ, ടു ദി ഗ്രീനറി. ഫ്രം ദി ഡെസേർട്ട് ടു ദി ഗ്രീനറി, മരുഭൂമിയിൽ നിന്ന് പച്ചപ്പിലേക്ക്. ഇത് നമ്മുടെ പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പ്രകൃതി മനുഷ്യരുടെ പല പ്രവർത്തനങ്ങൾ കാരണത്താൽ വല്ലാതെ നാശത്തിലകപ്പെട്ടു പോയിരിക്കുന്നു. പണ്ട് കൃഷി ചെയ്ത പ്രദേശങ്ങളിൽ, അതുപോലെ നല്ല ശുദ്ധമായ നദികൾ, അവയൊക്കെ ശുദ്ധമായ വെള്ളമൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വഴിയും അങ്ങനെ പല മാലിന്യങ്ങൾ നിക്ഷേപിച്ച് നമ്മൾ ഈ ഭൂമിയെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ ഭാവിയിൽ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ, നല്ല ഒരു ഭാവിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭൂമിയെ നമ്മൾ നന്നാക്കിയെടുക്കണം. അഥവാ നമ്മുടെ മനുഷ്യർ നശിപ്പിച്ച ഈ ഭൂമിയെ നമ്മൾ നന്നാക്കിയെടുക്കണം. മരുഭൂമിയെ പച്ചപ്പിലേക്ക് മാറ്റുന്നത് പോലെ ഈ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദ ഫസ്റ്റ് ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേരെന്താണ്? അഗാനി അർ-റുആത്ത്. അഗാനി. ഉഗ്നിയത്തുൻ എന്നതിൻ്റെ ജംആണ് അഗാനി. ഉഗ്നിയത്തുൻ എന്നാൽ സോങ് എന്നാണ് അർത്ഥം, പാട്ട്. അഗാനി, സോങ്സ്, പാട്ടുകൾ. അർ-റുആത്തി, റാഇ എന്നതിൻ്റെ ജംആണ് റുആത്ത്, ആട്ടിടയൻ, ഷെഫേർഡ്. സോങ്സ് ഓഫ് ദി ഷെഫേർഡ്സ്, ആട്ടിടയന്മാരുടെ പാട്ടുകൾ. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്, ആട്ടിടയന്മാരുടെ പാട്ടുകൾ, സോങ്സ് ഓഫ് ദി ഷെഫേർഡ്സ്. നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങളൊരു ആട്ടിടയനെ കാണുന്നില്ലേ? ഒരു AI ജനറേറ്റഡ്
ഫോട്ടോ അല്ലേ, നമ്മളിവിടെ കാണുന്ന ഒരു ഇമേജ് ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ കുറേ ആടുകളുണ്ട്. അതിൻ്റെ നടുവിൽ ആ ആടിനെ തെളിക്കുന്ന ഒരു ആട്ടിടയനെ കാണാം. അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. പിന്നെ നിങ്ങൾ നോക്കൂ, ഇതൊരു ഗ്രാമപ്രദേശമല്ലേ? ആണല്ലേ. അവിടെ അപ്പുറത്ത് നമുക്ക് മലകൾ കാണാം. സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നു, പക്ഷികൾ പറന്നു പോകുന്നു. പിന്നെ ഒരു ചെറിയ വീട് കാണാം. അവിടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ്. അത് തന്നെ രാവിലെ നേരമാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? ഓക്കെ, നമ്മുടെ കവിതയിൽ പറയുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണിത്. നമ്മളെ കവിത വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ചിത്രത്തിൽ ഈ കാണുന്ന ദൃശ്യമുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ കവിതയിൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കവിത. ഒരു കവിത കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? കവിത എന്നത് ആസ്വദിക്കാനുള്ളതാണ്, അഥവാ പാടി രസിക്കാനുള്ളതാണ്. ആദ്യം നമ്മൾ പാടി നോക്കുകയാണ് വേണ്ടത്. ഞാൻ ആദ്യം ഒരു ട്യൂണിൽ പാടാം, നിങ്ങൾ ആ ട്യൂണിൽ പാടി നോക്കുക. അതോടൊപ്പം വേറെയും ഒരുപാട് ട്യൂണുകളിൽ സ്വന്തമായിട്ട് പാടി നോക്കുക. ഓക്കെ. أقبل الصبح يغني للحياة الناعسة والربا تحلوم في ظل الغصون المائسة والصبا ترقص أوراق الزهور اليابسة وتهادى النور في تلك الفجاج الدامسة أقبل الصبح جميلا يملأ الأفق بها فاتمت الزهر والطير وأمواج المياه قد أفاق العالم الحي وغنى للحياة فأفيقي يا خرافي وهلمي يا شياه واتبعيني يا شياهي بين أسراب الطيور واملئ الوادي ثغاء ومراحا وحبور واسمعي همس السواقي وانشقي عطر الزهور وانظر الوادي يغشيه الضباب المستنير. ഹായ്, വളരെ മനോഹരമായ ഒരു കവിതയാണല്ലേ? ഈ ട്യൂണിൽ നിങ്ങളും പാടി നോക്കുക, വേറെയും ട്യൂണുകളിലും പാടി നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ആശയം എന്താണ് എന്ന് പരിശോധിക്കാം. നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. أقبل الصبح يغني للحياة الناعسة. أقبل വന്നു, came, arrived. അസ്സുബ്ഹു ഡോൺ, the dawn അഥവാ പ്രഭാതം, പ്രഭാതം വന്നു, ഡോൺ arrived. യുഗന്നി പാട്ടുപാടിക്കൊണ്ട്, സിംഗിങ് പാട്ടുപാടിക്കൊണ്ട്. ലിൽ ഹയാത്തി ജീവിതത്തിനു വേണ്ടി, ഫോർ ലൈഫ്. അന്നാഇസ, അന്നാഇസ എന്നതിൻ്റെ അർത്ഥം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്നാഇസ അന്നായിമ. നായിമ എന്നാൽ നൗമുൻ എന്നതിൽ നിന്നുണ്ടായതാണ് നായിമ. നൗമ് എന്നാൽ ഉറക്കം, നായിമ എന്നാൽ ഉറങ്ങുന്ന അഥവാ സ്ലീപ്പിംഗ് അഥവാ സ്ലീപ്പി. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിനു വേണ്ടി പാട്ടുപാടിക്കൊണ്ട് പ്രഭാതം വന്നു. അഖ്ബല വന്നു, അസുബ്ഹു പ്രഭാതം, ദ ഡോൺ കെയിം പ്രഭാതം വന്നു, യുഗന്നി പാടിക്കൊണ്ട്, സിംഗിങ്, ലിൽ ഹയാത്തി ജീവിതത്തിന് വേണ്ടി, ഫോർ ലൈഫ്, അന്നാഇസ ഉറങ്ങിക്കിടക്കുന്ന, സ്ലീപ്പി. ഡോൺ അറൈവ്ഡ് സിംഗിങ് ഫോർ ദ ഡ്രൗസി ലൈഫ് അല്ലെങ്കിൽ ഫോർ ദ സ്ലീപ്പി ലൈഫ്. ഇതിൻ്റെ ആശയം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത പേജിൽ നമുക്കത് കാണാം. നോക്കാം നമുക്ക്. ജാ അസുബ്ഹു, ജാ വന്നു, അസുബ്ഹു പ്രഭാതം വന്നു, ദ ഡോൺ അറൈവ്ഡ് അല്ലെങ്കിൽ ദ ഡോൺ കെയിം പ്രഭാതം വന്നു. വന്തശറ വ്യാപിച്ചു, സ്പ്രെഡ്. അല്ലൗഉ പ്രകാശം, ആൻഡ് ദ ലൈറ്റ് സ്പ്രെഡ് പ്രകാശം പരന്നു.
വകഅന്നഹു യുഗന്നി, കഅന്ന എന്നാൽ പോലെ, കഅന്നഹു യുഗന്നി അത് പാടുന്ന പോലെ, ആസിഫ് സിംഗിങ്, അത് പാടുന്നത് പോലെ, ആസിഫ് സിംഗിങ് പാടുന്ന പോലെ. വയൂഖിളു അത് ഉണർത്തുന്നു, എവൈക്കനിങ്, അൽ ഹയാത്തൻ നായിമ ഉറങ്ങിക്കിടക്കുന്ന ജീവിതത്തെ, ദ സ്ലീപ്പി ലൈഫ്. ഡോൺ അറൈവ്ഡ്, ദ ലൈറ്റ് സ്പ്രെഡ്, ആസിഫ് സിംഗിങ്, എവൈക്കനിങ്, സ്ലംബറിങ് ലൈഫ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ലൈഫ്. ഉറങ്ങിക്കിടക്കുന്ന ജീവിതത്തെ ഉണർത്തിക്കൊണ്ട് ഒരു പാട്ടുപോലെ പാട്ടുപാടിക്കൊണ്ട് പ്രഭാതം കടന്നു വന്നു. രാത്രി മുഴുവൻ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങിക്കിടക്കുകയാണ്, പ്രകൃതിയും ഇങ്ങനെ മയങ്ങിക്കിടക്കുകയാണ്. പ്രഭാതം വരുന്ന നേരത്ത്, വെളിച്ചം കടന്നു വരുന്ന നേരത്ത് ആ ജീവജാലങ്ങളൊക്കെ എഴുന്നേൽക്കുന്നു, പ്രകൃതി ഉണരുന്നു, അങ്ങനെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് കവി മനോഹരമായ ഈ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വരി, വറുബാ തഹ്ലൂമു ഫീ ളില്ലിൽ ഗുസൂനിൽ മാഇസ. വറുബാ, റുബാ എന്നാൽ കുന്നുകൾ എന്നാണ് അർത്ഥം. റബ്വത്തുൻ എന്നതിൻ്റെ ജംആണ് റുബ. റബ്വത്തുൻ എന്നതിൻ്റെ ജംആണ് റുബ, കുന്നുകൾ. തഹ്ലുമു സ്വപ്നം കാണുന്നു, കുന്നുകൾ സ്വപ്നം കാണുന്നു. ദ ഹിൽസ് ആർ ഡ്രീമിങ് അല്ലെങ്കിൽ ദ ഹിൽസ് ഡ്രീം, കുന്നുകൾ സ്വപ്നം കാണുന്നു. ഫീ ലില്ലി തണലിൽ, ഇൻ ദി ഷെയ്ഡ്, ലില്ലി എന്നാൽ ഷെയ്ഡ്, തണല്, തണലിൽ. അൽ ഗുസൂനി, ഗുസുനുൻ എന്നതിൻ്റെ ജംആണ് ഗുസൂൻ. ഗുസുനുൻ എന്നാൽ ബ്രാഞ്ച്, ഗുസൂൻ എന്നാലോ ബ്രാഞ്ചസ്, കൊമ്പുകൾ. കൊമ്പുകളുടെ തണലിൽ, ഫീ ളില്ലിൽ ഗുസൂനി കൊമ്പുകളുടെ തണലിൽ. അൽ മാഇസ വളഞ്ഞു കിടക്കുന്ന, ബെൻഡിങ്. അപ്പോൾ കുന്നുകൾ വളഞ്ഞു കിടക്കുന്ന കൊമ്പുകളുടെ തണലിൽ കുന്നുകൾ സ്വപ്നം കാണുന്നു. വറുബാ തഹ്ലുമു കുന്നുകൾ സ്വപ്നം കാണുന്നു. ഫീ ളില്ലിൽ ഗുസൂനി കൊമ്പുകളുടെ തണലിൽ. അൽ മാഇസ വളഞ്ഞു കിടക്കുന്ന. ദ ഹിൽസ് ഡ്രീം ഇൻ ദ ഷെയ്ഡ് ഓഫ് ബെൻഡിങ് ബ്രാഞ്ചസ്. ഇതിൽ അറുബ എന്നതിൻ്റെ ആശയം നമ്മുടെ പുസ്തകത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അറുബ മർതഫ മിനൽ അർലി, ഭൂമിയിൽ അല്പം ഉയർന്നു കിടക്കുന്ന സ്ഥലം, അതാണല്ലോ കുന്ന്, അതാണ് റുബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്വത്തുൻ എന്നാണ് അതിൻ്റെ മുഫ്രദ് അഥവാ അതിൻ്റെ സിംഗുലർ. അൽ മാഇസ എന്നാൽ എന്താണ്? അൽ മുത്തമായില ചാഞ്ഞു കിടക്കുന്ന, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ ഈ മൊത്തം വരിയുടെ ആശയം എന്താണ് എന്ന് നമ്മുടെ പുസ്തകത്തിൽ അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നു, അത് വായിക്കാം. കാനത്തി തിലാലു ഹാദിയതൻ, കാനത്ത് വാസ് ആയിരുന്നു, വാസ് എന്നോ വേറെന്നോ ഒക്കെ ആണല്ലേ പറയാ, ആയിരുന്നു. അത്തിലാലു കുന്നുകൾ, തെല്ലുൻ എന്നതിൻ്റെ ജംആണ് തിലാൽ, കുന്നുകൾ, ഹിൽസ്. ദ ഹിൽസ് വേർ ഹാദിയതൻ, ദ ഹിൽസ് വേർ കാം, അവ ശാന്തമായിരുന്നു. ദ ഹിൽസ് വേർ സെറീൻ അല്ലെങ്കിൽ ദ ഹിൽസ് വേർ കാം, കുന്നുകൾ ശാന്തമായിരുന്നു. രാവിലെ ആയപ്പോൾ കൊടുങ്കാറ്റൊന്നും ഉണ്ടാവില്ലല്ലോ രാവിലെ, അപ്പോൾ കുന്നുകളൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും കഅന്നഹ തഹ്ലുമു, അത് സ്വപ്നം കാണുന്ന പോലെ, ആസ് ഇഫ് ഡ്രീമിങ്, അതൊരു സ്വപ്നം, അതിങ്ങനെ കിടന്ന് സ്വപ്നം കാണുകയാണോ എന്ന് തോന്നും. തഹ്ത ളില്ലിൽ അഗ്സാനിൽ മുത്തമായില, തഹ്ത അണ്ടർ അല്ലെങ്കിൽ ബനീത്, ബിനീത് അണ്ടർ, തഹ്ത താഴെ, എന്തിൻ്റെ? ളില്ലി തണലിൻ്റെ, ബിനീത് ദ ഷെയ്ഡ്, എന്തിൻ്റെ തണലാണ്? അൽ അഗ്സാനി, ഗുസ്നുൻ എന്നതിൻ്റെ ജമ്മാണ് അഗ്സാൻ. ഗുസ്നു എന്നതിൻ്റെ വേറൊരു ജമ്മ് കൂടിയുണ്ട്, നമ്മൾ ആദ്യം കവിതയിലെ വരിയിൽ നോക്കൂ, അവിടെ ഗുസൂൻ എന്നല്ലേ ഉള്ളത്. അഗ്സാൻ എന്ന് പറഞ്ഞാലും ഗുസൂൻ എന്ന് പറഞ്ഞാലും കൊമ്പുകൾ, ബ്രാഞ്ചസ് എന്ന് തന്നെയാണ് അർത്ഥം. ഗുസ്നുൻ എന്നതിൻ്റെ ജംആണത്. അപ്പോൾ ഫീ ളില്ലിൽ അഗ്സാനി കൊമ്പുകളുടെ തണലിൻ്റെ താഴെ. അൽ മുത്തമായില, എങ്ങനെയുള്ള കൊമ്പുകളാ? അൽ മുത്തമായില ചാഞ്ഞു കിടക്കുന്ന, വളഞ്ഞു കിടക്കുന്ന, ബെൻഡിങ്.
അപ്പോൾ ഹിൽസ് വേർ കാം ആസ് ഇഫ് ഡ്രീമിംഗ് ബിനീത്ത് ദ ഷെയ്ഡ് ഓഫ് ബെൻഡിങ് ബ്രാഞ്ചസ്. വസ്വബാ തുർഖീസു ഔറാഖ സുഹൂരിൽ യാബിസ. വസ്വബാ, സ്വബാ എന്നാൽ ഇളം കാറ്റ്. സ്വബ എന്നാൽ സ്വബാഹിലെ ഇളം കാറ്റ് എന്നാണ് അർത്ഥം. അഥവാ രാവിലെ അടിക്കുന്ന ഇളം കാറ്റ്, രാവിലെ വീശുന്ന ഇളം കാറ്റിനെയാണ് സ്വബ എന്ന് പറയാം. സ്വബ എന്നാൽ ഒറ്റവാക്കിൽ പറയുമ്പോൾ ബ്രീസ്, ഇളം കാറ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിൻ്റെ പൂർണ്ണാർത്ഥം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. റീഹുൻ ഖഫീഫുൻ ഫിസ് സ്വബാഹി. റീഹ് എന്നാൽ കാറ്റ്, ഖഫീഫ് ചെറിയ ഇളം കാറ്റ്, ഫി സ്വബാഹി പ്രഭാതത്തിലെ ഇളം കാറ്റ്, അതിനെയാണ് സ്വബ എന്ന് പറയാം. ഇളം കാറ്റ്, പ്രഭാതത്തിലെ ഇളം കാറ്റ്. തുർഖിസു, നൃത്തം ചെയ്യിക്കുന്നു. തുർഖിസു, നൃത്തം ചെയ്യിക്കുന്നു. ഔറാഖ, ഇലകളെ. വറഖുൻ എന്നതിൻ്റെ ജമ്മാണ് ഔറാഖ്, ഇലകൾ. അപ്പോൾ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ഇലകൾ ഇങ്ങനെ ഇളകില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് കവി പറയുന്നത്. ഇളം കാറ്റുകൾ അടിക്കുന്നു, ആ കാറ്റുകൾ ഇലകളെ നൃത്തം ചെയ്യിക്കുന്നു. അസ്സുഹൂരി, സഹ്റുൻ അതിൻ്റെ ജമാണ് സുഹൂർ, പൂക്കളുടെ. അൽ യാബിസ, ഉണങ്ങിയ. യാബിസ എന്നതിൻ്റെ അർത്ഥം ടെക്സ്റ്റ് ബുക്കിൽ താഴെ കൊടുത്തിരിക്കുന്നു. അൽ ജാഫ, ഉണങ്ങിയ. അതിൻ്റെ ആശയം എന്താണ് എന്ന് നമ്മുടെ പുസ്തകത്തിൽ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നു. അത് വായിച്ചു നോക്കാം. നസീമു സ്വബാഹി യഹുസ്സു ഔറാഖ സുഹൂരിൽ യാബിസതി ഫതതഹറകു കഅന്നഹാ തർഖുസു. നസീമു സ്വബാഹി, the morning breeze, the breeze of morning. നസീം എന്നാൽ ഇളം കാറ്റ്. സ്വബ എന്നതിൻ്റെ മറ്റൊരു വേർഡാണ് നസീം, ഇളം കാറ്റ്. ഈ നസീം എന്ന വേർഡും സ്വബ എന്ന വേർഡും ഒരേ അർത്ഥമാണ് എന്നത് നന്നായി പഠിച്ചു വെക്കണം. ഇതിനെയാണ് മുത്തറാദിഫ് എന്ന് പറയാം. ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പദങ്ങളാണ്. ഇത് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. നസീം എന്നതിൻ്റെ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു പദമാണ് സ്വബ. അപ്പം നസീമു സ്വബാഹി, പ്രഭാതത്തിലെ ഇളം കാറ്റ്. യഹുസ്സു, അത് ഇളക്കുന്നു, അത് ഇളക്കുന്നു. ഔറാഖ, ഇലകളെ, അത് ഇലകളെ ഇളക്കുന്നു. അസ്സുഹൂരി, പൂക്കളുടെ. അൽ യാബിസ, ഉണങ്ങിയ. ഫതതഹറകു, അപ്പോൾ തതഹറകു, അത് ചലിക്കുന്നു. കാറ്റടിക്കുമ്പോൾ ഇലകളിങ്ങനെ ഇളകുന്നു, അതിങ്ങനെ ചലിക്കുന്നു. അത് കാണുമ്പോൾ കഅന്നഹാ തർഖുസു, അത് നൃത്തം ചെയ്യുന്നത് പോലെയുണ്ട്. അങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇലകളിങ്ങനെ ഇളകുന്നു. ആ ഇളക്കം കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്നു എന്ത്, അവ ഇങ്ങനെ നൃത്തം ചെയ്യുകയാണ് എന്ന്. അതാണ് വസ്വബാ തുർഖിസു, ഇളം കാറ്റ് നൃത്തം ചെയ്യിക്കുന്നു. ഔറാഖ, ഇലകളെ. അസ്സുഹൂരി, പൂക്കളുടെ. അൽ യാബിസ, ഉണങ്ങിയ. വതഹാദന്നൂറു ഫീ തിൽകൽ ഫിജാജിദ്ദാമിസ. വ ആൻഡ്. തഹാദ, സ്പ്രെഡ്. സ്കാറ്റേർഡ്, പരന്നു, മെല്ലെ വ്യാപിച്ചു. ഇതിൻ്റെ അർത്ഥം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. തഹാദ ലഹറ ബിബുത് ഇൻ, പതുക്കെ പ്രകടമായി, അല്ലെങ്കിൽ പതുക്കെ വ്യാപിച്ചു. എന്താണ് പതുക്കെ വ്യാപിച്ചത്? അന്നൂറു, വെളിച്ചം. ദ ലൈറ്റ്. ദ ലൈറ്റ് സ്കാറ്റേർഡ്, ദ ലൈറ്റ് സ്പ്രെഡ്, വെളിച്ചം പരന്നു. ഫീ, ഇൽ, ഏതോ ഒന്നിൽ എന്ന് പറയും. എവിടെ എന്നാണ് പറയാൻ പോണത്. ഫി എന്നാണ് അതിൻ്റെ അർത്ഥം ഇൻ എന്നാണ്. തിൽക്ക, ആ, ദാറ്റ് എന്നോ ദോസ് എന്നൊക്കെ അർത്ഥം പറയാം. അൽ ഫിജാജ്, ഫിജാജ് എന്നാൽ എന്താണ് അർത്ഥം എന്ന് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അൽ ഫിജാജ് ജംഉ ഫജ്ജ്. ഫജ്ജുൻ എന്നതിൻ്റെ ജം ആണ് ഫിജാജ്. എന്താ അതിൻ്റെ അർത്ഥം? അത്വരീഖ്, വഴി എന്നാണ്. ബൈന, ഇടയിലുള്ള. അൽ ജബലൈനി, രണ്ട് മലകൾക്കിടയിലുള്ള. രണ്ട് മലകൾക്കിടയിലുള്ള വഴി, അതാണ് ഫജ്ജുൻ. അതിൻ്റെ ജം ആണ്, അതിൻ്റെ പ്ലൂരലാണ് ഫിജാജ്. അപ്പോൾ മലകൾക്കിടയിലുള്ള വഴികളിൽ പ്രകാശം പരന്നു. അപ്പോൾ പാത്സ്,
അല്ലേ, പാത്ത് അഥവാ വഴി എന്ന് പറയാം. ദ ലൈറ്റ് സ്കാറ്റേർഡ് ഇൻ ദോസ് പാത്സ്, ആ വഴികൾ, ആ മലകളുടെ ഇടയിലുള്ള ആ വഴികളിൽ പ്രകാശം പരന്നു. ആ മലകൾക്കിടയിലുള്ള വഴികളുടെ അവസ്ഥ എന്താണ്? അദ്ദാമിസ, അത് ഇരുണ്ട അവസ്ഥയിലാണ്. ഡാർക്ക്, ദാമിസ എന്നാൽ ഡാർക്ക് അല്ലെങ്കിൽ ഗ്ലൂമി. ദ ലൈറ്റ് സ്കാറ്റേർഡ് ഇൻ ദോസ് ഗ്ലൂമി പാസ്, ആ ഇരുണ്ട മലകളുടെ ഇടയിലുള്ള വഴികളിൽ പ്രകാശം പരന്നു. രണ്ട് മലകൾക്കിടയിൽ ഉള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അതിലേക്ക് മറ്റ് പരന്ന സ്ഥലങ്ങളിൽ എത്തുന്ന അത്ര വേഗത്തിൽ സൂര്യപ്രകാശം എത്തില്ല. മറ്റെല്ലാ സ്ഥലത്തും പ്രകാശം പരന്നതിന് ശേഷമാണ് അല്ലേ രണ്ട് മലകൾക്കിടയിലുള്ള സ്ഥലത്ത് വെളിച്ചമെത്തുക. കാരണം രണ്ട് ഭാഗത്തും മലയുണ്ട്, അതിൻ്റെ മുകളിലൂടെ വേണം വെളിച്ചം ഇവിടേക്ക് എത്താൻ. ഒന്നുകൂടി നോക്കാം ഇതിൻ്റെ അർത്ഥം. വതഹാദ, പരന്നു, മെല്ലെ വ്യാപിച്ചു. അന്നൂറു, വെളിച്ചം. ഫീ ഇൽ, എന്തിൽ, തിൽക്ക, ആ, അൽ ഫിജാജ്, വഴികൾ, ആ മലകൾക്കിടയിലുള്ള വഴികളിൽ. അദ്ദാമിസ, ഇരുണ്ട, മലകൾക്കിടയിലുള്ള ഇരുണ്ട വഴികളിൽ പ്രകാശം മെല്ലെ പരന്നു. ഇനി എന്താ ഇതിൻ്റെ ആശയം എന്ന് താഴെ കൊടുത്ത് വായിച്ചു നോക്കാം. അശിഅതു ശംസി തന്തശിറു ഫയദ്ഹറു അന്നൂറു ഫിൽ അർജാഇൽ മുദ്ലിമ. അശിഅതു ശംസി, സൂര്യൻ്റെ കിരണങ്ങൾ. ദ സൺസ് റൈസ്, സൂര്യൻ്റെ കിരണങ്ങൾ. ദ സൺസ് റൈസ്, സൂര്യൻ്റെ കിരണങ്ങൾ. തന്തശിറു, അത് വ്യാപിക്കുന്നു. സ്പ്രെഡിങ്, സ്കാറ്ററിങ് അല്ലെങ്കിൽ സ്പ്രെഡിങ്. അപ്പോൾ ദ സൺസ് റേസ് സ്കാറ്ററിങ് അല്ലെങ്കിൽ സ്പ്രെഡിങ്, സൂര്യൻ്റെ വെളിച്ചം പരക്കുന്നു. ഫയദ്ഹറു, അപ്പോൾ വെളിച്ചം വരുന്നു. യദ്ഹറു, വരുന്നു. അന്നൂറു, പ്രകാശം വരുന്നു. പ്രകാശം പ്രകടമാവുന്നു, പ്രകാശം ഉണ്ടാവും, പ്രകാശം പരക്കുന്നു. ഫിൽ അർജാ, ഈ ഭാഗങ്ങളിൽ. അൽ മുദ്ലിമ, ഇരുണ്ട ഭാഗങ്ങളിലൊക്കെ അപ്പോൾ പ്രകാശം പരക്കുന്നു. അഖ്ബല സുബ്ഹു ജമീലൻ യംലഉൽ ഉഫുഖാബഹ. അഖ്ബല, നേരത്തെ ഒന്നാമത്തെ വരിയിൽ തന്നെ ഈ വേർഡ് കണ്ടില്ലേ? അഖ്ബല, കെയിം, വന്നു. അസ്സുബ്ഹു, ദ മോർണിംഗ് അല്ലെങ്കിൽ ദ ഡോൺ. ദ ഡോൺ കെയിം, ദ ഡോൺ അറൈവ്ഡ്. എങ്ങനെയാ വന്നത്? ജമീലൻ, മനോഹരമായിട്ട്. ദ ഡോൺ അറൈവ്ഡ് ബ്യൂട്ടിഫുള്ളി. യംലഉ, അത് നിറക്കുന്നു. ദാറ്റ് ഫിൽസ്, അത് നിറക്കുന്നു. അൽ ഉഫുഖ, ഉഫുഖ് എന്നാൽ ഹോറിസോൺ, ചക്രവാളം. ചക്രവാളത്തെ അത് നിറക്കുന്നു. ഫില്ലിംഗ് ദ ഹോറിസോൺ. എന്താണത് ചക്രവാളത്തിൽ നിറക്കുന്നത്? എന്താണ്? അൽ ബഹാ. ബഹാ എന്നാൽ ജമാൽ. നമ്മുടെ പുസ്തകത്തിൽ അതിന് അർത്ഥം കൊടുത്തത് കാണാം. ജമാൽ, സൗന്ദര്യം നിറക്കുന്നു. ഫില്ലിംഗ് ദ ഹോറിസോൺ വിത്ത് ഇറ്റ്സ് സ്പ്ലെൻഡർ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ഹോറിസോൺ വിത്ത് ഇറ്റ്സ് ബ്യൂട്ടി. അത് ചക്രവാളത്തിൽ സൗന്ദര്യം നിറക്കുന്നു. അഖ്ബല സുബ്ഹു, പ്രഭാതം വന്നു. ദ ഡോൺ കെയിം ജമീലൻ, ബ്യൂട്ടിഫുള്ളി. ദ ഡോൺ അറൈവ്ഡ് ബ്യൂട്ടിഫുള്ളി. യംലഉൽ ഉഫുഖ ബഹാ, യംലഉ, അത് നിറക്കുന്നു. ഫില്ലിംഗ് അല്ലെങ്കിൽ ദാറ്റ് ഫിൽസ്, അത് നിറക്കുന്നു. അൽ ഉഫുഖ, ഇൻ ദി ഹോറിസോൺ, ചക്രവാളത്തിൽ അത് നിറക്കുന്നു. ബഹാ, ബഹാ എന്നാൽ സൗന്ദര്യം നിറക്കുന്നു. ഇനി അതിന്റെ ആശയം താഴ്ത്തു നോക്കാം. യഅതി സ്വബാഹു ബിബഹാഇഹി വജമാലിഹി. യഅതി സ്വബാഹു, പ്രഭാതം വരുന്നു. ദ ഡോൺ ഈസ് കമ്മിങ്. ദ മോർണിംഗ് കംസ്, അല്ലെ, പ്രഭാതം വരുന്നു. ബിബഹാഇഹി, അതിൻ്റെ സൗന്ദര്യവുമായിട്ട്. വജമാലിഹി, അതിൻ്റെ രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. മോർണിംഗ് കംസ് വിത്ത് ഇറ്റ്സ് സ്പ്ലെൻഡർ ആൻഡ് ബ്യൂട്ടി. വയുസയ്യിനു, അത് അലങ്കരിക്കുന്നു. ആൻഡ് അഡോണിങ്, അത് അലങ്കരിക്കുന്നു. അൽ കൗന, പ്രപഞ്ചത്തെ. അത് പ്രപഞ്ചത്തെ അത് അലങ്കരിക്കുന്നു.
ബിൽ ജമാലി സൗന്ദര്യവും കൊണ്ട്, അഡോണിങ് ദ കോസ്മോസ് വിത്ത് ഗ്രേസ്, അത് ഈ പ്രകൃതിയെ സൗന്ദര്യം കൊണ്ട് അത് അലങ്കരിക്കുന്നു. അപ്പോൾ തമത്വ എന്നതിൻ്റെ അർത്ഥം നമ്മളെ പുസ്തകത്തിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. തഹറക ഇളകി, ഷുക്ക് ഷെയ്ഖ് എന്നതിൻ്റെ പാസ് ഷുക്ക് ഇളകി. ഫതമത്വ അപ്പോൾ ഇളകി. അസ്സഹ്റു പൂക്കൾ ഇളകി. ദ ഫ്ലവേഴ്സ് ഷുക്ക് ഇളകി. വത്വൈറു അതുപോലെ വ എന്നാൽ ആൻഡ്, അത്വൈറു പക്ഷിയും അഥവാ പക്ഷികളും, ആൻഡ് ബേർഡ്സ് ദ ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ് ഷുക്ക് ഇളകി, അല്ലെങ്കിൽ സ്വേഡ് അല്ലെങ്കിൽ ഷുക്ക് എന്നൊക്കെ പറയാം. വ അംവാജ് വ എന്നാൽ ആൻഡ്, മൗജുൻ എന്നതിൻ്റെ ജമാണ് അംവാജ് തിരമാലകൾ വേവ്സ്. അൽ മിയാഹി വെള്ളത്തിൻ്റെ തിരമാലകളും പക്ഷികളും പൂക്കളുമൊക്കെ അപ്പോൾ ഇളകി. താഴെ അതിൻ്റെ ആശയം നോക്കാം. മഅ ശുറൂഖി ശംസി തഫത്തഹത്തിൽ അസ്ഹാറു വഗറദത്തി തുയൂറു വതറാഖസത്തിൽ അംവാജു. മഅ ശുറൂഖി ശംസി, ഷംസി എന്നാൽ സൂര്യൻ, ഷുറൂഖ് എന്നാൽ ഉദയം. മഅ ശുറൂഖി സൂര്യോദയത്തോടൊപ്പം, വിത്ത് ദ സൺറൈസ് സൂര്യോദയത്തോടൊപ്പം അഥവാ സൂര്യൻ ഉദിച്ചപ്പോൾ. തഫത്തഹത്തിൽ അസ്ഹാറു, അസ്ഹാർ എന്നാൽ സഹ്റുൻ എന്നതിൻ്റെ ജമാണ് അസ്ഹാർ, പൂക്കൾ ഫ്ലവേഴ്സ്. തഫത്തഹത്ത് വിടർന്നു, ബ്ലൂംഡ്, ദ ഫ്ലവേഴ്സ് ബ്ലൂംഡ്. വിത്ത് ദ സൺറൈസ് ദ ഫ്ലവേഴ്സ് ബ്ലൂംഡ്. വഗറദത്തി തുയൂറു, ത്വയ്റുൻ എന്നതിൻ്റെ ജമാണ് തുയൂർ പക്ഷികൾ, ബേർഡ്സ്. ഗറദത്ത് പാട്ടുപാടി, ദ ബേർഡ്സ് ചിർപ്ഡ് പക്ഷികൾ പാട്ടുപാടി. വതറാഖസത് നൃത്തം ചെയ്തു, ഡാൻസ്ഡ്. അൽ അംവാജു മൗജുൻ എന്നതിൻ്റെ ജമാണ് അംവാജ് തിരമാലകൾ, ദ വേവ്സ് ഡാൻസ്ഡ്. അപ്പോൾ സൂര്യോദയം വന്നപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് അല്ലേ. പൂക്കൾ വിടരുന്നു, അതുപോലെ കിളികൾ പാട്ടുപാടുന്നു, പിന്നെ തിരമാലകൾ നൃത്തം ചെയ്യുന്നു. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഈ പ്രഭാതം എന്നാണ് കവി പറയാൻ ആഗ്രഹിക്കുന്നത്. ഖദ് അഫാഖൽ ആലമുൽ ഹയ്യു വഗന്നാ ലിൽ ഹയാത്ത്. ഖദ് അഫാഖ ഉണർന്നു, എവോക്ക്. അഫാഖ എന്നതിൻ്റെ മീനിങ് നമ്മളെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്തൈഖല ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനാണ് ഇസ്തൈഖല എന്ന് പറയും. അപ്പോൾ അഫാഖ ഉണർന്നു, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. ഖദ് അഫാഖ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. അൽ ആലമു ദ വേൾഡ്, അൽ ഹയ്യു ദ ലിവിങ് വേൾഡ് ജീവലോകം അഥവാ എല്ലാ ജീവികളും, ഈ ലോകത്തുള്ള എല്ലാ ജീവികളും അതാ ലിവിങ് വേൾഡ്, ഈ ജീവലോകം മുഴുവൻ എവൈക്കൻഡ് അവ ഉണർന്നിരിക്കുന്നു. പ്രഭാതമായപ്പോൾ സൂര്യൻ്റെ വെളിച്ചം വന്നപ്പോൾ എല്ലാം എഴുന്നേറ്റു, ഈ ജീവലോകം മൊത്തം എഴുന്നേറ്റു. വഗന്ന അത് പാട്ടുപാടി, ലിൽ ഹയാത്തി ജീവിതത്തിന് വേണ്ടി, ഗന്ന സാങ് അഥവാ പാട്ടുപാടി, ആൻഡ് സാങ് ടു ലൈഫ് അല്ലെങ്കിൽ സാങ് ഫോർ ലൈഫ് ജീവിതത്തിന് വേണ്ടി പാട്ടുപാടി. വഗന്ന പാട്ടുപാടി, ലിൽ ഹയാത്തി ജീവിതത്തിന് വേണ്ടി. എന്താ അതിൻ്റെ ആശയം താഴെ വിശദീകരിച്ചിരിക്കുന്നത് കാണാം. യഖൂലു ശാഇറു ഇന്നൽ ആലമ കുല്ലഹു ഇസ്തൈഖള വയുഗന്നി അഗാനിയൽ ഹയാത്തിൽ ജദീദ. യഖൂലു പറയുന്നു, സെയ്സ്. അശ്ശാഇറു ദ പോയറ്റ് സെയ്സ് അഥവാ ഈ കവി പറയുന്നു, ഇന്നൽ ആലമ ഇന്ന തീർച്ചയായിട്ടും, അൽ ആലം ലോകം, കുല്ലഹു അത് മുഴുവൻ, ലോകം മുഴുവൻ, ദ എൻറ്റയർ വേൾഡ് ലോകം മുഴുവൻ, ഇസ്തൈഖള ഉണർന്നിരിക്കുന്നു, ഹാസ് അവൈക്കൻഡ്, ദ എൻറ്റയർ വേൾഡ് ഹാസ് അവൈക്കൻഡ് ഈ ലോകം മുഴുവൻ എഴുന്നേറ്റിരിക്കുന്നു, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. വയുഗന്നി പാട്ടുപാടുന്നു, സിംഗിങ്, അഗാനിയ പാട്ടുകൾ, സിംഗിങ് സോങ്സ്. എന്ത് പാട്ടുകളാ?
അൽ ഹയാത്തി ജീവിതത്തിൻ്റെ, അൽ ജദീദ പുതിയ, സിംഗിങ് സോങ്സ് ഓഫ് ന്യൂ ലൈഫ് പുതിയ ജീവിതത്തിൻ്റെ പാട്ടുകൾ പാടുന്നു ഈ ലോകം. ഫഅഫീഖി യാ ഖിറാഫി വഹലുമ്മി യാ ശിയാ. അപ്പോൾ അഥവാ സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു, എല്ലാ ജീവജാലങ്ങളും എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫഅഫീഖി, wake up, എഴുന്നേൽക്കൂ, ഉണരൂ. യാ ഖിറാഫി, ഖറൂഫ് എന്നതിൻ്റെ ജംആണ് ഖിറാഫ്. നമ്മളെ പുസ്തകത്തിൽ കാണാം, അർത്ഥം കൊടുത്തിരിക്കുന്നു. അൽ ഖിറാഫു ജംഉ ഖറൂഫ്. ഖറൂഫ് എന്നതിൻ്റെ ജംആണ് ഖിറാഫ്. അതിൻ്റെ അർത്ഥം എന്താണ്? അശാത്തു, ആട്. ഖിറാഫ് എന്നാൽ ആടുകൾ എന്നാണ് അർത്ഥം. ഗോഡ്സ്, ആടുകൾ, ലാമ്പ് അല്ലെങ്കിൽ ഗോട്ട് എന്നൊക്കെ പറയാം. ഖിറാഫി എന്നാലോ എൻ്റെ ആടുകൾ. യാ ഖിറാഫി എന്നാലോ എൻ്റെ ആടുകളെ. ആടുകളെ വിളിക്കണം. എൻ്റെ ആടുകളെ എഴുന്നേൽക്കൂ. സോ വേക്ക് അപ്പ് മൈ ലാംബ്സ്. എൻ്റെ ആടുകളെ നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പോൾ ആട്ടിടയനാണ് പറയല്ലേ, ആട്ടിടയൻ ആടുകളോട് പറയാണ്, ആടുകളെ എഴുന്നേൽക്കൂ, വേക്ക് അപ്പ് മൈ ലാംബ്സ്. വഹലുമ്മി, ഹലുമ്മി എന്നാൽ എന്താ അർത്ഥം? അതും പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അർത്ഥം തആലി, നിങ്ങൾ വരൂ. യാ ഷിയാഹ്, ആടുകളെ. ഷാത്തുൻ എന്നതിൻ്റെ ജംആണ് ഷിയാഹ്, ആടുകൾ. സോ വേക്ക് അപ്പ് മൈ ലാംബ്സ് ആൻഡ് ഹേസ്റ്റൻ ഓ ഷീപ്പ്. ഹേസ്റ്റൻ എന്ന് പറഞ്ഞാൽ വേഗം വരൂ. ഹലുമ്മി, വേഗം വരൂ. മൂവ്, ഹേസ്റ്റൻ, മൂവ് എന്ന് പറഞ്ഞാൽ വേഗം പോകൂ, വേഗം വരൂ. ഓ ഷീപ്പ്, ഹലുമ്മി എന്നാൽ ഹേസ്റ്റൻ അഥവാ മൂവ്, വേഗം വരൂ. യാ ഷിയാഹ്, ആടുകളെ. എങ്ങോട്ടാ ഇയാൾ വിളിച്ചോണ്ട് പോണത്? ഈ ആടുകൾക്ക് എങ്ങോട്ടാ പോവുക? മേച്ചിൽ സ്ഥലത്തേക്കല്ലേ പോവുക. അപ്പോൾ മേച്ചിൽ സ്ഥലത്തേക്ക് വേഗം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആടുകളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ആശയം താഴെ നോക്കാം. യത്ലുബു റാഇ മിൻ ഗനമിഹി അൻ യസ്തൈഖിള വയഖ്റുജ ഇലൽ മറാഇ. യത്ലുബു, ആവശ്യപ്പെടുന്നു. അറാഇ, ആട്ടിടയൻ ആവശ്യപ്പെടുന്നു. ദ ഷെഫേർഡ് അർജസ്, ആട്ടിടയൻ ആവശ്യപ്പെടുന്നു. മിൻ ഗനമിഹി, അദ്ദേഹത്തിൻ്റെ ആടുകളോട്. ദ ഷെഫേർഡ് അർജസ് ഹിസ് ഷീപ്പ് അൻ തസ്തൈഖിള, ഉണരുവാൻ അല്ലെങ്കിൽ എഴുന്നേൽക്കുവാൻ. ടു റൈസ്, എഴുന്നേൽക്കാൻ പറയാണ്. വതഖ്റുജ, പുറപ്പെടാനും. ഇലൽ മറാഇ, മേച്ചിൽ സ്ഥലത്തേക്ക്. ആൻഡ് വെഞ്ചർ ഔട്ട് ടു ദി പാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ടു ഗോ ടു ദി പാസ്റ്റേഴ്സ്, വേഗം മേച്ചിൽ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയും അദ്ദേഹം തൻ്റെ ആടുകളോട്, ആട്ടിൻപറ്റങ്ങളോട് പറയുകയാണ്. വത്ബഈനി യാ ശിയാഹി ബൈന അസ്റാബി തുയൂർ. വത്ബഈനി, ഫോളോ മീ. ഇത്ബഈനി, വ എന്നാൽ ആൻഡ്, ഇത്ബഈനി ഇതൊരു അംറാണ്, ഒരു കൽപ്പനയാണ്. നിങ്ങൾ എന്നെ പിന്തുടരൂ. ഫോളോ മീ, ഇത്ബഈനി, നിങ്ങൾ എന്നെ പിന്തുടരൂ അഥവാ എൻ്റെ പിന്നാലെ പോരൂ. യാ ഷിയാഹി, ഷാത്തുൻ എന്നതിൻ്റെ ജമാണ് ഷിയാഹ്, ആടുകൾ. യാ ഷിയാഹി എന്നാലോ എൻ്റെ ആടുകൾ. യാ ഷിയാഹി, എൻ്റെ ആടുകളെ, എൻ്റെ ആടുകളെ നിങ്ങൾ എന്നെ പിന്തുടരൂ. ഫോളോ മീ മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ നിങ്ങൾ എന്നെ പിന്തുടരൂ അഥവാ എൻ്റെ പിന്നാലെ പോരൂ. ബൈന അസ്റാബി തുയൂർ, ബൈന ഇടയിൽ, കൂട്ടത്തിൽ, ഇടയിൽ. അസ്റാബ്, അതിൻ്റെ അർത്ഥം നമ്മളെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അസ്റാബുൻ ജമ് സിർബ്, അല്ലേ? ജമു സിർബ്. സിർബ് എന്നതിൻ്റെ ജമാണ് അസ്റാബ്. എന്താ അതിൻ്റെ അർത്ഥം? ജമാഅത്തു തുയൂർ, പക്ഷികളുടെ കൂട്ടത്തെയാണ് സിർബുൻ എന്ന് പറയുക. അപ്പോൾ പക്ഷികളുടെ കൂട്ടങ്ങൾ, അസ്റാബി തുയൂർ, പക്ഷികളുടെ കൂട്ടങ്ങളോടൊപ്പം ആടുകളെ നിങ്ങൾ എന്നെ പിന്തുടരൂ. ഫോളോ മീ മൈ ഷീപ്പ് എമംഗ് ദ ഫ്ലോക്സ് ഓഫ് ബേർഡ്സ്. ഫ്ലോക്സ് ഓഫ് ബേർഡ്സ്, അസ്റാബ് തുയൂർ, പക്ഷികളുടെ കൂട്ടം. ഇനി അതിൻ്റെ ആശയം എന്താണ് എന്ന് നോക്കാം. തആലൈ മഇ യാ ശിയാഹി നസ്തമിഉ ബിത്വബീഅതി
മാ അസ്റാബി തുയൂർ, തആലൈ വരൂ, മഈ എൻ്റെ കൂടെ വരൂ, ഫോളോ മീ, കം വിത്ത് മീ എൻ്റെ കൂടെ വരൂ, യാ ഷിയാഹി എൻ്റെ ആടുകളെ, ഓ മൈ ഷീപ്പ് എൻ്റെ ആടുകളെ, കം വിത്ത് മീ എൻ്റെ കൂടെ വരൂ. നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം, ലെറ്റ് us എൻജോയ്, ബിത്തബീഅതി the nature പ്രകൃതി, let us enjoy the nature, let us enjoy the beauty of the nature. മാസ്റാബി തുയൂർ പക്ഷികളുടെ കൂട്ടത്തോടൊപ്പം, among flocks of birds, oh my sheep come with me to enjoy nature among flocks of birds. എൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ വരൂ, നമുക്ക് ഈ പക്ഷിക്കൂട്ടങ്ങളോടൊപ്പം ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാം. വംലഇൽ വാദി സുആൻ വമിറാഹൻ വഹുബൂർ വ ആൻഡ് ഇംലഇ നിങ്ങൾ നിറക്കൂ, ഫിൽ നിങ്ങൾ നിറക്കൂ. ആട്ടിൻ കൂട്ടത്തോട് മൊത്തത്തിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾ നിറക്കൂ, അൽ വാദി ഈ താഴ്വരയെ നിറക്കൂ, ഫിൽ ദ വാലി ഈ താഴ്വരയെ നിങ്ങൾ നിറക്കൂ. എങ്ങനെയാ താഴ്വരയെ, എന്തുകൊണ്ടാണ് താഴ്വരയെ നിറക്കേണ്ടത്? സുഗാൻ, സുഗാ എന്നാൽ സൗണ്ട്, അവയുടെ ശബ്ദം, ആടുകളുടെ കരച്ചിൽ, ആടുകളുടെ ശബ്ദം, അതാണ് സുഗാ. നമ്മളെ പുസ്തകത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നു സൗത്തു ഷാത്ത്, അതാണ് സുഗാ. ആടിൻ്റെ ശബ്ദത്തെയാണ് സുഗാ എന്ന് പറയാം. അപ്പം ആടുകളെ നിങ്ങളുടെ ശബ്ദവുമായി നിങ്ങൾ ഈ താഴ്വരയെ നിറക്കൂ, ഫിൽ ദ വാലി വിത്ത് സൗണ്ട്. ആടുകൾ ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടായാലും അവയുടെ ഒച്ച ഉണ്ടാവുമല്ലോ, ആ ഒച്ച കൊണ്ട്, ആ ശബ്ദവും കൊണ്ട് നിങ്ങൾ ഈ താഴ്വരയെ നിറക്കൂ, ഫിൽ ദ വാലി വിത്ത് സൗണ്ട്. വ മിറാഹൻ, മിറാഹ് എന്നതിൻ്റെ അർത്ഥം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു, അസുറൂർ സന്തോഷം, ഹാപ്പിനെസ്. വഹുബൂർ, ഹുബൂർ എന്നാൽ എന്താ അർത്ഥം? അതും സുറൂർ എന്ന് തന്നെയാണ് എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. ഹാപ്പിനെസ്, രണ്ടിൻ്റെ അർത്ഥം ഹാപ്പിനെസ് എന്നാണ്. ഇംഗ്ലീഷിൽ ഇപ്പോൾ രണ്ട് ഒരേ വേർഡ് അല്ലേ, അർത്ഥത്തിൽ രണ്ട് വേർഡ് വന്നാൽ നമുക്ക് അതിൻ്റെ സിനോനിം ഉപയോഗിക്കാം, അഥവാ അതിൻ്റെ പര്യായ പദം ഹാപ്പിനെസ് ആൻഡ് ജോയ്. മിറാഹം വഹുബൂർ, ഹാപ്പിനെസ്, ജോയ് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. വംലയിൽ വാദി സുഗാൻ നിങ്ങൾ ഈ താഴ്വരയെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിറക്കൂ, വമിറാഹൻ സന്തോഷം കൊണ്ടും, വഹുബൂർ, ഹുബൂർ എന്നാലും സന്തോഷം. ഫിൽ ദ വാലി വിത്ത് സൗണ്ട്, ഹാപ്പിനെസ് ആൻഡ് ജോയ്. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. യദ്ഉ റാഇ ഗനമഹു ലിഇഹ്യാഇൽ വാദി ബിഅസ്വാതിഹാ ഫതംതലിഉൽ വാദി ഫർഹൻ വനശാതൻ. യദ്ഉ വിളിക്കുന്നു, ക്ഷണിക്കുന്നു, അറാഇ ആട്ടിടയൻ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു. ദ ഷെഫേർഡ് കാൾസ് ആട്ടിടയൻ വിളിക്കുന്നു. ഗനമഹു ആരെ അദ്ദേഹം വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആടുകളെ വിളിക്കുന്നു. ദ ഷെഫേർഡ് കോൾസ് ഹിസ് ഷീപ്പ് ആട്ടിടയൻ അദ്ദേഹത്തിന്റെ ആട്ടിൻകൂട്ടങ്ങളെ വിളിക്കുന്നു. എന്തിനാ വിളിക്കുന്നത്? ലിഇഹ്യാഇ ജീവസുറ്റതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ വേണ്ടി. ടു എൻലിവൻ ലൈവാക്കാൻ, ടു എൻലിവൻ അഥവാ ജീവസുറ്റതാക്കാൻ. അൽ വാദി താഴ്വരയെ, ടു എൻലിവൻ ദ വാലി താഴ്വരയെ ജീവസുറ്റതാക്കാൻ വേണ്ടി, താഴ്വരയെ ജീവിപ്പിക്കാൻ വേണ്ടി. എങ്ങനെ? ബി അസ്വാതിഹ അവയുടെ ശബ്ദങ്ങൾ കൊണ്ട്, വിത്ത് ദെയർ വോയിസ്. ദ ഷെഫേർഡ് കാൾസ് ഹിസ് ഷീപ്പ് to enliven the valley with their voices. ഫതംതലിഉൽ വാദി അപ്പോൾ തംതലിഉ നിറയും, അൽ വാദി ആ താഴ്വര നിറയും, ഫറഹൻ സന്തോഷം കൊണ്ട്, ഫില്ലിംഗ് ദ വാലി വിത്ത് ജോയ്, വനശാത്ത് എന്ന് പറഞ്ഞാൽ ഉന്മേഷം, വൈറ്റലിറ്റി. അപ്പോൾ ഫില്ലിംഗ് ദ വാലി വിത്ത് ജോയ് ആൻഡ് വൈറ്റലിറ്റി അഥവാ ആ സന്തോഷം കൊണ്ടും ഉന്മേഷം കൊണ്ടും, നശാത്ത് എന്നാൽ ഉന്മേഷം, ഉന്മേഷം കൊണ്ടും അങ്ങനെ താഴ്വര നിറക്കൂ. അതാണ് അദ്ദേഹം ആട്ടിൻപറ്റങ്ങളോട് പറയുന്നത്. വരൂ, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ താഴ്വരയെ നിങ്ങൾ ജീവസുറ്റതാക്കൂ. അങ്ങനെ താഴ്വരയിൽ സന്തോഷവും ഉന്മേഷവും നിറയട്ടെ. അതാണ് കവി പറയുന്നത് ആട്ടിൻപറ്റങ്ങളോട്.
വസ്മഈ ഹംസസ്സവാഖി വൻഷിഖി ഇത്റസ്സുഹൂർ. വ എന്നാൽ ആൻഡ്. ഇസ്മഈ നിങ്ങൾ കേൾക്കൂ. ലിസൺ ആട്ടിൻ കൂട്ടത്തോട് പറയാണ്. ഇസ്മഈ നിങ്ങൾ കേൾക്കൂ. ലിസൺ. ഹംസ്. ഹംസ് എന്നാൽ എന്താണെന്ന് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അസൗത്തുൽ ഖഫിയു ചെറിയ ശബ്ദം, വിസ്പർ, ചെറിയ ശബ്ദം, മർമ്മരം അഥവാ ചെറിയ ശബ്ദം. അസ്സവാഖി. സവാഖി എന്നാൽ എന്തെന്ന് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. അസ്സവാഖി ജംഉ സാഖിയത്തിൻ. സാഖിയത്ത് എന്നതിൻ്റെ ജംആണ് സവാഖി. എന്നാൽ അതിൻ്റെ അർത്ഥം ആലത്തുൻ ഒരു ഉപകരണം, ലിറഫ്ഇ ഉയർത്തുവാനുള്ള, അൽമിയാഹ് വെള്ളം, കിണറ്റിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം. നമുക്കതിനെ കപ്പി എന്ന് പറയാം. ഇംഗ്ലീഷ് അതിനെ പുലി എന്ന് പറയും, പുലി. അപ്പോൾ അത് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ കോരുമ്പോൾ ഈ കപ്പിയിലൂടെയാണല്ലോ കയറ് വലിക്കുക. അപ്പോൾ അതിനൊരു ശബ്ദം ഉണ്ടാവില്ലേ? ആ ശബ്ദത്തെക്കുറിച്ചാണ് കവി പറയുന്നത്. ആ കപ്പിയുടെ ആ നേർത്ത ശബ്ദം, ആട്ടിൻപറ്റങ്ങളെ നിങ്ങൾ കേൾക്കൂ. ലിസൺ ടു ദ വിസ്പർ ഓഫ് ദ പുലി. നിങ്ങൾ ആ കപ്പിയുടെ, ആ വെള്ളം വലിക്കുന്ന ആ ഉപകരണത്തിന് അഥവാ കപ്പിയുടെ ആ ചെറിയ ശബ്ദം കേൾക്കൂ. വൻഷിഖി ഇത്റസ്സുഹൂർ. വൻഷിഖി ഇൻഹെയിൽ അല്ലെങ്കിൽ സ്മെൽ, നിങ്ങൾ മണക്കൂ. ഇൻഷിഖി ഇൻഹെയിൽ നിങ്ങൾ ശ്വസിക്കൂ, നിങ്ങൾ മണക്കൂ. എന്താണ് മണക്കേണ്ടത്? ഇത്ർ. ഇത്ർ എന്ന് പറഞ്ഞാൽ അത്തർ അഥവാ സെന്റ്, സുഗന്ധം. അസ്സുഹൂരി പൂക്കളുടെ. ഇൻഹെയിൽ ദ സെന്റ് ഓഫ് ദി ഫ്ലവേഴ്സ് പൂക്കളുടെ സുഗന്ധം നിങ്ങൾ മണക്കൂ. ഇനി അതിനെ വിശദീകരിച്ചു കൊണ്ടുള്ള വഴി നോക്കാം. ഇൻഷിഖി എന്നതിന് ഇവിടെ നമ്മളെ പുസ്തകത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഷുമ്മി അഥവാ മണക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പൂക്കളുടെ സുഗന്ധം നിങ്ങൾ മണക്കൂ എന്ന്. ഇനി അതിൻ്റെ ആശയം താഴെ കൊടുത്ത് നോക്കാം. യാ ഷിയാഹു നസ്തമിഉ ബിസൗതി സവാഖി വനശുമ്മു ഇത്രൽ അസ്ഹാർ. യാ ഷിയാഹു ഏ ആടുകളെ, ഓ ഷീപ്പ് ആടുകളെ. നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം. ലെറ്റസ് എൻജോയ്. ബിസൗത്ത്. സൗത്ത് എന്നാൽ ശബ്ദം, സൗണ്ട്. അസ്സവാഖി കപ്പിയുടെ. ലെറ്റസ് എൻജോയ് ദ സൗണ്ട് ഓഫ് പുലി. നമുക്ക് കപ്പിയുടെ ശബ്ദം ആസ്വദിക്കാം. ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ആ വെള്ളം കോരുന്ന കപ്പിയുടെ ശബ്ദം, ആ ശബ്ദം നമുക്ക് ആസ്വദിക്കാം. വനശുമ്മു നമുക്ക് മണക്കാം. ലെറ്റസ് സ്മെൽ. ലെറ്റസ് ഇൻഹെയിൽ നമുക്ക് മണക്കാം. ഇത്തർ സുഗന്ധം. അൽ അസ്ഹാരി പൂക്കളുടെ സുഗന്ധം നമുക്ക് മണക്കാം. ലെറ്റസ് സ്മെൽ. ലെറ്റസ് ഇൻഹെയിൽ ദ സെന്റ് ഓഫ് ഫ്ലവേഴ്സ്. വന്ദുരിൽ വാദി യുഗശീഹിൽ ലബാബുൽ മുസ്തനീർ. വ ആൻഡ്. ഉൻദുരി നിങ്ങൾ നോക്കൂ. ലുക്ക്. അൽ വാദി എന്തിനെയാ നോക്കേണ്ടത്? അൽ വാദി താഴ്വരയെ. ലുക്ക് അറ്റ് ദ വാലി നിങ്ങൾ താഴ്വരയെ നോക്കൂ. യുഗശീഹി അതിനെ മൂടിയിരിക്കുന്നു. ലുക്ക് അറ്റ് ദ വാലി ദാറ്റ് ഈസ് കവേർഡ് അത് മൂടിയിരിക്കുന്നു. ആ താഴ്വരയെ മൊത്തം മൂടിയിരിക്കുന്നു. എന്ത്? അൽ ലബാബ്. ലബാബ് എന്നാൽ അതെന്താണെന്ന് നമ്മളെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. യുഗശീഹി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥവും പുസ്തകത്തിലുണ്ട്. യുഗശി എന്ന് പറഞ്ഞാൽ യുഗത്തി മൂടുന്നു. അൽ ലബാബു എന്നതിൻ്റെ അർത്ഥം പുസ്തകത്തിൽ നോക്കാം. സഹാബുൻ അതൊരു മേഘമാണ്. യുഗത്തി അത് മൂടുന്നു. അൽ അർള ഭൂമിയെ. കദ്ദുഹാനി പുക പോലെ ഭൂമിയെ മൂടുന്ന മേഘം. അതാണ് ലബാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മറ്റൊരർത്ഥത്തിൽ ഫോഗ് എന്ന് പറയാം, അഥവാ മൂടൽ മഞ്ഞ് എന്നൊക്കെ പറയാം. ഫോഗ്. അൽ മുസ്തനീർ ലുമിനസ് അല്ലെങ്കിൽ ഷൈനിങ്, തിളങ്ങുന്ന മേഘം, തിളങ്ങുന്ന മൂടൽ മഞ്ഞ് എന്ന് പറയാം.
വന്ദുരിൽ വാദി യുഗശിഹി, വന്ദുരി നിങ്ങൾ നോക്കൂ, അൽ വാദി താഴ്വരയെ നോക്കൂ, ലുക്ക് അറ്റ് ദ വാലി യുഗശിഹി ആ താഴ്വരയെ മൂടിക്കൊണ്ടിരിക്കുന്നു, അല്ലബാബു ഫോഗ് അല്ലെങ്കിൽ മേഘം അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് എന്നൊക്കെ പറയാം, ലബാബ്. അൽ മുസ്തനീർ പ്രകാശിക്കുന്ന, ലുമിനസ് ഷൈനിങ്. ലുക്ക് അറ്റ് ദ വാലി കവേർഡ് വിത്ത് ലുമിനസ് ഫോഗ്. ഇനി അതിൻ്റെ ആശയം നോക്കാം. നൻദുറു വനതമത്തഉ ബിജമാലിൽ വാദി വഖദ് ഗശാഹു സഹാബുൽ ഖഫീഫ്. നൻദുറു നമുക്ക് നോക്കാം, ലെറ്റസ് ഗെയ്സ് അല്ലെങ്കിൽ ലെറ്റസ് ലുക്ക്. വനതമത്തഉ നമുക്ക് ആസ്വദിക്കാം, ലെറ്റസ് ലുക്ക് ആൻഡ് മാർവൽ. എന്തിനെ? ബിജമാലിൽ വാദി താഴ്വരയുടെ സൗന്ദര്യത്തെ. ജമാൽ എന്നാൽ സൗന്ദര്യം, അൽ വാദി താഴ്വരയുടെ. ലെറ്റസ് ലുക്ക് ആൻഡ് മാർവൽ അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ വാലി. താഴ്വരയുടെ സൗന്ദര്യം നമുക്ക് കണ്ടാസ്വദിക്കാം. വഖദ് ഗശാഹു, ഗശ എന്നാൽ മൂടി, വഖദ് ഗശാഹു അതിനെ മൂടിയിരിക്കുന്നു. നൗ ഡ്രാപ്ഡ് അസ്സഹാബുൽ ഖഫീഫ്, സഹാബ് എന്നാൽ മേഘം, അൽ ഖഫീഫ് എന്നാൽ നേരിയ, വിസ്പി ക്ലൗഡ്. നൗ ഡ്രാപ്ഡ് ഇൻ വിസ്പി ക്ലൗഡ്സ്, നേരിയ മേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്ന താഴ്വരയുടെ ഭംഗി നമുക്ക് നോക്കാം, ആസ്വദിക്കാം എന്ന് അദ്ദേഹം തൻ്റെ ആട്ടിൻകൂട്ടങ്ങളോട് പറയുകയാണ്. നല്ല രസകരമായൊരു കവിതയാണല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 50 മിനിറ്റോളമായി നമ്മളുടെ ക്ലാസ്. അപ്പോൾ ഇനിയും ബാക്കി ചില കാര്യങ്ങൾ കൂടി, ഇതിലെ വർക്കുകൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.